അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഏർവാടിയിലെ കീളക്കരയിലാണ്. കീളക്കരയിൽ നമ്മൾ ഒരുപാട് മക്ബറകൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താത്ത ഒരു മക്ബറയുണ്ട്. ഷെയ്ഖ് പട്ടാണിയപ്പ ഷഹീദ് വലിയുള്ള എന്നറിയപ്പെടുന്ന ഒരു ദർഗയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് നമ്മുടെ കീളക്കര സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളുടെ ദർഗയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഇടത്തോട്ടുള്ള വഴിയിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി പിന്നീട് ഇടത്തോട്ടുള്ള ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ ഈ മക്ബറയിലെത്താം. ഇതിൽ വലിയ മഹത്വങ്ങൾ നിറഞ്ഞ ഒരു മഹാൻ്റെ മക്ബറയുടെ ചാരത്താണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. أنا السلطان إبراهيم اسمي إلى خير البرية انتمائي مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي. ഇത് ആരും ശ്രദ്ധിക്കാത്ത ഒരു മക്ബറാണ് കേട്ടോ. ഇവിടെ വരുന്ന ആളുകൾ ആരും വല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത അതല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മക്ബറയാണിത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു ആത്മീയ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. അധികം ഒച്ച എനക്കോ ആളും ബഹളമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് ഇഷ്കറിയാതെ ചൊല്ലിടുന്നിവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ലായൊരു അഷ്റഫുൻ നബി പാടിടുന്നവർ ആശയാ ആഗ്രഹങ്ങളേറെയുണ്ട് ഉപചാരത്തിൽ ചെന്നിടാൻ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപമാലെ കറുത്തുപോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദി. അസ്സലാത്തു
عليك يا رسول الله الصلاة والسلام عليك يا حبيب الله മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവെടിയല്ലേ മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്ന് പുറത്തോരാണെൻ്റെ വാരിധി സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിലൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം ഞങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് وسلم وبارك على سيدنا محمد النبي الأمي الطاهر المطهر وعلى آله وصحبه وسلم آمين الرحمن الرحيم يا الملك الجبار يا رحمن آمين ഋഷികളായ ഇത്രയും സമയം ചൊല്ലിയ മദഹുകൾ നീ സ്വീകരിക്കണേ റഹ്മാൻ آمين ഞങ്ങൾ ഓതിയ ഖുർആൻ നീ സ്വീകരിക്കണേ റഹ്മാൻ آمين ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാൻ آمين റബ്ബേ ഞങ്ങളുടെ ആരുടെ ചാരത്താണ് ഉള്ളത് മഹാനുഭാവന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാൻ آمين ഞങ്ങളുടെ പേര് പറഞ്ഞതും അല്ലാത്തതുമായ മുഴുവൻ മഹാരഥന്മാരുടെയും ഹദറാത്തുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ آمين പ്രത്യേകിച്ച് ഏർവാടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ശുഹദാക്കളുടെയും മൗലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഹദറാത്തുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ آمين അവരുടെ മദത് ഞങ്ങൾക്ക് തരണേ റഹ്മാനെ അവരുടെ ഹിമായത്ത് ഞങ്ങൾക്ക് തരണേ റഹ്മാനെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ഖൽബിന്റെ അകത്തളത്തിലുള്ള സർവ്വ മുറാദുകളും നീ ഹസ്സലാക്കണേ റഹ്മാനെ ഖൽബ് നന്നാക്കണേ റഹ്മാനെ آمين റബ്ബേ ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് ഖൈർ നൽകണേ റഹ്മാൻ آمين അവരുടെയും ഞങ്ങളുടെയും സർവ്വ ഉദ്ദേശങ്ങളും നീ ഹസ്സലാക്കണേ റഹ്മാനെ آمين ഹസ്സലാക്കണേ റഹ്മാനെ آمين آمين നീറുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കടങ്ങളുള്ളവരുണ്ട് വീടില്ലാത്തവരുണ്ട് آمين ഒരുപാട് വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ മഹാന്മാരുടെ ഹഖ് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ റഹ്മാനെ എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ ഖൈർ നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ റഹ്മാനെ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലും നീ സമാധാനം നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ آمين കലഹങ്ങളുള്ള വീടാക്കല്ല റഹ്മാനെ آمين ഐക്യമുള്ള വീടാക്കണേ آمين റബ്ബേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഖൈർ നൽകണേ റഹ്മാനെ آمين ഖൈർ നൽകണേ റഹ്മാനെ آمين ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ ഞങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഞങ്ങളറിയാത്ത പലരുമുണ്ട് ഖൈർ നൽകണേ റഹ്മാനെ آمين അവരുടെയും ഞങ്ങളുടെയും സർവ്വ ഉദ്ദേശങ്ങളും നീ ഹസ്സലാക്കണേ റഹ്മാനെ آمين
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സിയാറത്ത് ചെയ്ത ഈ മഹാനുഭാവൻ്റെ മദത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മഹാനായ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ സൈന്യാധിപനായിരുന്നു ബഹുമാനപ്പെട്ട പട്ടാണി ഉപ്പാപ്പ ഷഹീദ് റളിയല്ലാഹു അൻഹു. അതുപോലെ ഇവിടെ കെട്ടിപ്പൊക്കാത്ത വ്യത്യസ്തങ്ങളായ ഒരുപാട് ഖബറുകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ നമ്മുടെ മലയാളിയായ കണ്ണൂർ സ്വദേശിയായ കുഞ്ഞിമരക്കാർ ഷഹീദ് എന്നറിയപ്പെടുന്ന ഒരു മഹാൻ കൂടി ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ കെട്ടിപ്പൊക്കാത്ത മക്കബറുകളായതുകൊണ്ട് ഏത് ഖബറാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതാണ് കീളക്കരയിലെ കിഴക്കേ തെരുവെന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവൻ്റെ മദത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ ഹക്ക് കൊണ്ട് നമ്മളുടെ ഖൽബ് അള്ളാഹു നന്നാക്കി തരട്ടെ, ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ, പ്രയാസങ്ങൾ അള്ളാഹു അകറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, പിന്നെ ഷെയർ പരമാവധി ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഇൻഷാ അല്ലാഹ്. ഇനി ഏർവാടിയിൽ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഏർവാടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഇൻഷാ അല്ലാഹ് വരാനുണ്ട്. ഏർവാടിയുടെ വീഡിയോ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഏർവാടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് മക്ബറകളും അതുപോലെ ഏർവാടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഏർവാടിയുമായി ബന്ധപ്പെട്ട കുറഞ്ഞ എപ്പിസോഡുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ വരും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബന്ധം ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ബന്ധമായി നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.